മോനെ പ്രതാപ, എന്താ ചേച്ചി? ഇന്ന് നിന്റെ പിറന്നാളായിട്ട് അതിരാവിലെ തന്നെ ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയി നിനക്ക് വേണ്ടി പൂജകൾ നടത്തി കാണിക്കുകയും സമർപ്പിച്ചു. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വിഷമം. ഋതുമോൾക്കായിരുന്നു വിഷമം കൂടുതൽ. എന്താ മോളെ? അച്ഛാ, അത് ഞാൻ പറയാം പ്രതാപ. ഇന്ന് നിന്റെ പിറന്നാളായിട്ടെ ഒരു കേക്ക് കട്ട് ചെയ്യണോന്ന് മോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ നിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ അത് ഗ്രാൻഡായി കുറച്ച് അതിഥികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ആഘോഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് എന്റെ ഒരു വാശിയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതിയേക്കാം. വാശിയൊന്നും വേണ്ട ചേച്ചി. എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് മോളിത് ഡ്രസ്സ് സമ്മാനിച്ചില്ലേ? ചേച്ചി എനിക്ക് വേണ്ടി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവനും പോയി പ്രാർത്ഥിച്ചില്ലേ? നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കതുപോലെ. അങ്ങനെയല്ല മോനെ. ഒരു കാലത്ത് നിന്റെ പിറന്നാള് നമ്മുടെ വീട്ടിലൊരു ഉത്സവമായിരുന്നു. MLA-മാരും മന്ത്രിമാരും VIP-കളും അങ്ങനെ ഒരുപാട് പേര് ക്ഷണിക്കാതെ തന്നെ നിന്റെ പിറന്നാളിന് വരുമായിരുന്നു. നിനക്ക് കിട്ടുന്ന പൂച്ചെണ്ടുകളും സമ്മാനങ്ങളും കൊണ്ട് നമ്മുടെ മുറികളാകെ നിറയുമായിരുന്നു. ഇപ്പോ നിന്റെ പദവിയും സമ്പാദ്യവും ഒക്കെ നഷ്ടമായപ്പോ, ആ പഴയ സ്റ്റാറ്റസ് ഇല്ലാതായപ്പോ ഒരു മനുഷ്യർക്കും നിന്നെ വേണ്ടാതെയായി. അതുകൊണ്ടായിരിക്കും ഋതുമോള് നിന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിങ്ങനെ ആഘോഷിക്കേണ്ട നിലയിലായി നമ്മളിപ്പോ. ആ രാജു പോലും നിന്നെ ഒരു വാക്ക് വിഷ് ചെയ്തോ? എല്ലാവരും നമ്മളെ മറന്നു. ചേച്ചി ഇപ്പൊ എന്തിനാ അവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ? ഓർമ്മിപ്പിച്ചതാ പ്രതാപ. നിന്റെ കാൽ കീഴി കിടന്നവരൊക്കെ ഇപ്പോ നിന്റെ കൂടെ ഇല്ലാന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാ. നമ്മുടെ കുടുംബത്തിന് ഇതൊരു പാഠമായിരിക്കണം പ്രതാപ. വീണ്ടും പഴയതുപോലെ നമ്മൾ അധികാരവും പ്രതാപവും എല്ലാം സമ്പാദിച്ചു കഴിഞ്ഞാ ഒരൊറ്റ ഒരുത്തനെയും ഈ പടി ചവിട്ടാൻ സമ്മതിക്കരുത്. എന്തായാലും കൃത്യസമയത്ത് എത്താൻ പറ്റിയല്ലോ. വർമ്മ സാറേ, വർമ്മ സാറേ. എന്താ എല്ലാരും കൂടി? പിറന്നാൾ ആശംസകൾ സാറേ. സന്തോഷം, വളരെ സന്തോഷം. ഈ അലവരാതികളൊക്കെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി അച്ഛാ. ചേച്ചി വാ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ?